തലശ്ശേരിയിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് 1.2 കിലോഗ്രാം കഞ്ചാവും 5 ഗ്രാം MDMA-യും പോലീസ് പിടികൂടി. പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. തലശ്ശേരി ഇല്ലത്ത് താഴെയിൽ റെനിൽ എന്നമാണ് ഓടി രക്ഷപ്പെട്ടത്. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഏതൊക്കെ രീതിയിലാണ് ഇയാളുടെ വീട്ടിൽ ലഹരി എത്തിയതെന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? ഇയാൾക്കായുള്ള തിരച്ചിൽ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഈ വ്യക്തി ലഹരി കച്ചവടം നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നയാളാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ഈ ഇല്ലത്താഴ സ്വദേശിയായ റെനിലിന്റെ ബി.ജെ.പി. പ്രവർത്തകനായ റെനിലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വീട്ടിലെ പൂജാമുറിയിൽ നിന്നാണ് കഞ്ചാവും അതോടൊപ്പം തന്നെ MDMA-യും കണ്ടെത്തിയത്. ഈ കഞ്ചാവ് ഉണങ്ങിയ കഞ്ചാവും അതോടൊപ്പം തന്നെ തണ്ടും ഇലകളുമുള്ള കഞ്ചാവും വെവ്വേറെയാക്കി സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ചെറിയൊരു ഇത് തൂക്കി വിൽക്കുന്നതിനായി അതിന്റെ യന്ത്രവും ഈ മെഷീനും പൂജാ റൂമിനകത്ത് തന്നെ ക്രമീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ചെറിയ പാക്കറ്റുകളിലായി കഞ്ചാവ്, ഉണങ്ങിയ കഞ്ചാവ് വിൽപ്പനക്ക് തയ്യാറാക്കി വെച്ച രീതിയിൽ മാറ്റിവെച്ചിരുന്നു. കൂടാതെയാണ് ഒരു ചെറിയ കവറുകളിലാക്കിയ നിലയിൽ MDMA-യും കണ്ടെത്തിയത്. ഏതാണ്ട് 1.5 കിലോയോളം കഞ്ചാവും 5 ഗ്രാം MDMA-യുമാണ് പോലീസ് പിടിച്ചെടുത്തത്. വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഈ പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. റെനിലിന്റെ വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്താറുണ്ട് എന്ന് പിന്നീട് സഹോദരൻ പോലീസിന് മൊഴി നൽകി. കാരണം സഹോദരനാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. സഹോദരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സാധനങ്ങൾ റെനിലാണ് വീട്ടിൽ സൂക്ഷിച്ചതെന്നും റെനിൽ കച്ചവടം ചെയ്യുന്നയാളാണെന്നും എന്നും പോലീസിനോട് വെളിപ്പെടുത്തിയത്. തലശ്ശേരി മേഖലയിലെ സജീവ ബി.ജെ.പി. പ്രവർത്തകനാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസിൽ പോലീസ് ഇപ്പോൾ ഈ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള റെനിൽ NM. ശരി, വ്യക്തമാണ്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.